നമസ്കാരം. എൻ്റെ പേര് രവിശങ്കർ എന്നാണ്. ഞാൻ തിരുവനന്തപുരം സ്വദേശിയാണ്. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് പൂജാനിലയം ശശി എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ്. അദ്ദേഹം ഒരു പത്രപ്രവർത്തകനും പൊതുപ്രവർത്തകനും അതുപോലെ തന്നെ ആർത്തിക് എന്ന് പറയുന്ന ഒരു പത്രത്തിൻ്റെ ഉടമയുമാണ്. സഹൃദയവേദി എന്ന് പറയുന്ന ഒരു സംഘടനയുടെ സെക്രട്ടറിയായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്നു. വർഷങ്ങൾക്ക് മുമ്പെന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു 20 വർഷങ്ങൾക്ക് മുൻപ് തന്നെയാണ്. അപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ കാണാനിടയാകുന്നത്. വളരെ കാലം ഞാൻ തമ്പാനൂർ താമസിച്ചിരുന്ന വ്യക്തിയാണ്. അതായത് ഏകദേശം ഒരു 50 വർഷക്കാലത്തോളം തമ്പാനൂരാണ് ഞാൻ താമസിച്ചിരുന്നത്. അവിടെ ജനിച്ചു വളർന്ന ആളാണ് ഞാൻ. തമ്പാനൂരെന്ന് പറയുമ്പോൾ വളരെ പ്രത്യേകതയുള്ളൊരു സ്ഥലമാണ്. ഭാരതത്തിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വളരെയധികം ആളുകൾ ദിവസം വരികയും പോവുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് തമ്പാനൂർ എന്ന് പറയുന്നത്. അതായത് കേരളത്തിൻ്റെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എല്ലാവർക്കും സുപരിചിതമായ സ്ഥലമാണ്. ഏതാണ്ട് 25 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ അദ്ദേഹത്തെ അവിടെ വച്ച് കാണുകയാണ്. തമ്പാനൂർ പലരുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഉള്ളവർ അവിടെ എത്തിച്ചേരുമ്പോൾ അവരുമായിട്ടെല്ലാം സംസാരിക്കാനുള്ള ഒരവസരം എനിക്കുണ്ടായിട്ടുണ്ട്. അവിചാരിതമായിട്ട് ഒരു വ്യക്തിയെ ഞാൻ കണ്ടുമുട്ടുന്നു. അദ്ദേഹത്തിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. സൗമ്യനായ ഒരു വ്യക്തി നിറപുഞ്ചിരിയോടുകൂടി സമീപിക്കുന്നു. അപ്പോൾ അദ്ദേഹവുമായി സംസാരിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് അതിയായ മതിപ്പും ആദരവുമാണ് ഉണ്ടായത്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പത്രത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് കണ്ടു. അദ്ദേഹത്തിൻ്റെ പേര് പൂജാനിലയം ശശി എന്നാണ്. സഹൃദയവേദിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് എന്നെനിക്ക് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് പൂവച്ചൽ ഉഷ എന്നാണ്. അവരുടെ പേരും അവരുടെ ഫോട്ടോയുമെല്ലാം ഞാൻ പത്രത്തിൽ കണ്ടു. അതിനുശേഷം ഞാൻ അദ്ദേഹവുമായി കണ്ടുമുട്ടിയപ്പോൾ ഞാൻ ചോദിച്ചു, പത്രപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ആളാണോ? അതെ, ഞാൻ തലസ്ഥാനത്ത് വരുന്നത് അതുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹം ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്, ഒരു പത്രപ്രവർത്തകനാണ്. പിന്നെ ഒരവസരത്തിൽ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയുമായിട്ട് അദ്ദേഹം വരുന്നു. അതായത് ഞാൻ ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയാണ്, അവരുടെ പേര് പൂവച്ചൽ ഉഷയാണ് എന്നുള്ളത്. അവരുമായിട്ട് ഞാൻ സംസാരിച്ചു. ഞാൻ ആദ്യം ചോദിച്ചത് പൂവച്ചൽ ഖാദർ എന്ന് പറയുന്നൊരു വ്യക്തിയെ അറിയാമോ? എനിക്കറിയാം, നല്ലതുപോലെ അറിയാം. ഞങ്ങളുടെ കൂടെ സ്കൂളിൽ പഠിച്ച ആളാണ്, ഞങ്ങൾ സഹവാസികളാണ്, സ്ഥലവാസികളാണ്, നല്ലതുപോലെ അറിയാവുന്ന ആളാണ്. അതുമാത്രമല്ല, ഞാനിപ്പോൾ തമ്പാനൂരല്ല താമസിക്കുന്നത്. അവിടെ നിന്നെല്ലാം വിട്ട് കുറച്ച് ദൂരെ തിരുവനന്തപുരത്ത് മറ്റൊരു ഭാഗത്താണ് താമസിക്കുന്നത്. ഇവിടെ ഞാൻ താമസിക്കുന്ന സ്ഥലത്തെ റെസിഡൻസ് അസോസിയേഷൻ അംഗമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കുടുംബവും നമ്മുടെ വീട്ടിൻ്റെ ഏതാണ്ട് അടുത്താണ് താമസം ഉറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ പൂവച്ചൽ ഉഷ എന്ന് പറയുന്ന വ്യക്തി ഞാൻ കണ്ടു. അപ്പോൾ നിരവധി പ്രാവശ്യം, അതിനുശേഷം ഏതാണ്ട് ഒരു 10 പ്രാവശ്യമെങ്കിലും ഇദ്ദേഹവുമായിട്ട് എനിക്ക് സംസാരിക്കാനുള്ള ഭാഗ്യം വന്നു. തികച്ചും സൗമ്യനായ ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ പേരാണ് പൂജാനിലയം ശശി എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു പൊതുപ്രവർത്തകൻ, ഒരു പത്രപ്രവർത്തകൻ. പിന്നീടാണ് ഞാൻ മനസ്സിലായത്, കുറേ കാലമായിട്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങളായി അദ്ദേഹത്തെ കാണാറില്ലായിരുന്നു. ഒരു ദിവസം ഞാൻ പത്രമെടുത്ത് വായിക്കുന്ന കൂട്ടത്തിൽ പ്രഭാതത്തിൽ വായിച്ചപ്പോൾ ഞാൻ കണ്ടത് അദ്ദേഹത്തിൻ്റെ 2ാം ചരമവാർഷികം ആഘോഷിക്കുന്നതായിട്ടാണ് കണ്ടത്. അതിൽ
ആ ചരമവാർഷികത്തിൽ ഒരു അനുശോചന യോഗം സംഘടിപ്പിക്കുകയും ആ യോഗത്തിൽ മുൻ കേന്ദ്രമന്ത്രി, ഞാൻ പേര് പറയുന്നില്ല, ഇദ്ദേഹത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചത് തികഞ്ഞ ഒരു മനുഷ്യസ്നേഹിയാണ് ഇദ്ദേഹമെന്നാണ്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്, വളരെ ശരിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സഹോദരന്മാരൊന്നുമില്ല. ഞാൻ ഏകാന്ത ജീവിതം നയിച്ചൊരു വ്യക്തിയാണ്. എനിക്ക് സാമൂഹിക ബന്ധങ്ങൾ വളരെ കുറവായിരുന്നു. വിരളിൽ എണ്ണാവുന്ന സുഹൃത്തുക്കളെ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു കാലയളവിൽ ആണ് ഞാൻ ഈ പൂജാനിലയം ശശി എന്ന് പറയുന്ന വ്യക്തിയെ കാണുന്നത്. അദ്ദേഹം 2-3 പ്രാവശ്യം എന്നെ അനുജ എന്ന് വിളിച്ചത് വളരെ സൗമ്യമായ സ്വഭാവമാണ് അദ്ദേഹത്തിന്. വാസ്തവത്തിൽ എൻ്റെ മനസ്സിൽ വലിയ പരിവർത്തനമാണ് ഉണ്ടായത്. എനിക്ക് പിറക്കാതെ പോയ ഒരു ജ്യേഷ്ഠനാണോ എന്ന് ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. ഞാൻ ദിവസവും അദ്ദേഹത്തെക്കുറിച്ച് പറയുമായിരുന്നു. അതൊരു അക്ഷരാർത്ഥത്തിൽ ശരിയായ കാര്യമാണ്. ഒരു ജ്യേഷ്ഠ തുല്യനെ പോലെയാണ് ഞാൻ അദ്ദേഹത്തെ കരുതിയിരുന്നത്. ഇത് മറ്റാർക്കും അറിയില്ല. വിവാഹശേഷം ഞാൻ എൻ്റെ വീട്ടുകാരോടും എനിക്കറിയാവുന്ന സുഹൃത്തുക്കളോടും ഞാൻ ഈ കാര്യം എപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഞാൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പത്രത്തിൽ ഒരു വാർത്ത കണ്ടു. തിരുവനന്തപുരത്ത് ഇന്ന് എന്ന പരിപാടികളിൽ പൂജാനിലയം ശശിയുടെ ഒരു അനുസ്മരണ സമ്മേളനം നടക്കുകയാണ്, പ്രസ് ക്ലബ്ബിൽ നടക്കുന്നു എന്ന് പറഞ്ഞു. പ്രകൃതി വളരെ വിപരീതമായി നിൽക്കുന്ന ഒരു സമയമാണ്. വളരെ വലിയ മഴയും വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ട ഒരവസ്ഥ. പോകാൻ പറ്റുമോ എന്ന് തന്നെ ഞാൻ ശങ്കിച്ചു. ഏതായാലും ആ വാർത്ത കണ്ടപ്പോൾ തന്നെ എനിക്ക് ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ഉത്കടമായ ആഗ്രഹമുണ്ടായി. എന്തായാലും അദ്ദേഹത്തിൻ്റെ ശക്തി കൊണ്ടും ദൈവത്തിൻ്റെ ശക്തി കൊണ്ടും എനിക്ക് അന്ന് പ്രസ് ക്ലബ്ബിൽ എത്തിച്ചേരാൻ കഴിഞ്ഞു. അവിടെ പല പ്രമുഖ വ്യക്തികളും അവിടെ സന്നിഹിതരായിരുന്നു. ഷാജി പ്രഭാകർ, അതുപോലെ തന്നെ ശശി ഭൂഷൺ, പിന്നെ അതുപോലെ തന്നെ പ്രൊഫസർ GN പണിക്കർ സാർ. വളരെ അതിമനോഹരമായ പ്രസംഗങ്ങളാണ് അവിടെ കേട്ടത്. വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയോട് ഞാൻ പറഞ്ഞു, പൂവച്ചൽ ഉഷയാണ് അദ്ദേഹത്തിൻ്റെ മകൻ പരിചയപ്പെടുത്തി തന്നു. പൂവച്ചൽ ഉഷയാണ് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി, ഇതായിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർക്കെന്നെ മനസ്സിലായി എന്നാണ് പറഞ്ഞത്. ആ മാഡം പറഞ്ഞു, ഇപ്പോൾ എനിക്ക് മുഖം തിരിച്ചറിയുന്നു, വർഷങ്ങൾക്ക് മുമ്പെയാണ് കണ്ടത്, ഞാനിപ്പോൾ തിരിച്ചറിയുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് ഇരിക്കാൻ പറഞ്ഞു. ഏതായാലും ഈ സമ്മേളനം കഴിഞ്ഞപ്പോൾ, എല്ലാവരും പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ, ഇനി ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ എന്നോട് പറഞ്ഞതാണ്, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയുക എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അവസ്ഥ അതിനനുയോജ്യമായിരുന്നില്ല. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്. വീട്ടിൽ വന്നപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ദുഃഖിക്കുകയും എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് 2 വാക്ക് പറയണമായിരുന്നു എന്ന് തോന്നുകയും ചെയ്തു. ഞാൻ ഈ വീഡിയോ ഇടുന്നത് തീർത്തും ആ പറയാതെ പോയതിൻ്റെ ഒരു പ്രായശ്ചിത്തമായിട്ടാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അവിടെ അത് സാധിക്കാതെ പോയി. അത് നികത്താനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. 16 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം മരിച്ചുപോയി. വളരെ കുറച്ച് പേർക്ക് മാത്രമേ അദ്ദേഹത്തെക്കുറിച്ച് അറിയാവുന്നുള്ളൂ. വളരെ പരക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. പക്ഷേ അദ്ദേഹം ഇനി കുറേ കാലം കൂടി ജീവിച്ചിരുന്നുവെങ്കിൽ പൊതുജന രംഗത്ത്, സേവന രംഗത്ത് വളരെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി മറ്റൊന്ന് പറയാനുള്ളത്, അദ്ദേഹത്തിന് പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു പ്രമുഖ വ്യക്തി പറയുകയുണ്ടായി, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയെക്കുറിച്ച് പറയുകയുണ്ടായി. പൂവച്ചൽ ഉഷ മാഡം പറഞ്ഞു, ഊന്നുവടിയാണ് എപ്പോഴും ഒരു ഭർത്താവിൻ്റെ ഊന്നുവടി എന്ന് പറയുന്നത് ഒരു ഭാര്യയായിരിക്കും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ പൂജാനിലയം ശശി ജ്യേഷ്ഠനെ സംബന്ധിച്ചിടത്തോളം
അദ്ദേഹത്തിൻ്റെ ഊന്നുവടി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി തന്നെയാണ്. ഇത്തരം ബന്ധങ്ങൾ, ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ, ദീർഘമായ ബന്ധങ്ങൾ പഴയ തലമുറകളിൽ വളരെ സവിശേഷമായിരുന്നു. ഏതായാലും ഞാൻ ഈ അവസരത്തിൽ ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിക്കും അതുപോലെ തന്നെ മറ്റ് പലർക്കും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സഹൃദയവേദി എന്ന് പറയുന്ന ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഞാൻ അങ്ങേയറ്റം അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്, അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. ഇനി മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം സേവന താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. ആ ചടങ്ങിൽ 15ഓളം വരുന്ന വിദ്യാർത്ഥികൾക്ക് ധനസഹായം ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനോട് യാത്ര തിരിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. സന്ധ്യാസമയമായി, രാത്രി വളരെ വൈകുകയാണ്. ഈ 15 കുട്ടികൾ സമർത്ഥരായ, പഠിക്കാൻ സമർത്ഥരായ 15 വിദ്യാർത്ഥികൾ, അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്നതും ആ സംഘടനയെ കൊണ്ട് കഴിയുന്നതുമായ ആ ഒരു പ്രവർത്തനം, അത് വളരെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ സമർത്ഥരായ, ബുദ്ധിയുള്ള കുട്ടികൾ, അവർ ഭാവിയിൽ പലതുമാകേണ്ടവരാണ്. എഞ്ചിനീയർമാരും ഡോക്ടർമാരും അതുപോലെ പ്രൊഫസർമാരും ഏതുതര വിദ്യാഭ്യാസമാകട്ടെ, സമൂഹത്തിന് സേവനം ചെയ്യേണ്ട പല വ്യക്തികളുമുണ്ട്. ഒരുപക്ഷെ പഠനത്തിൽ മികവ് കാട്ടുന്ന വിദ്യാർത്ഥികൾ, അവർക്ക് അസൗകര്യം മൂലം, സാമ്പത്തിക അസൗകര്യം കൊണ്ടോ മറ്റു പല അസൗകര്യങ്ങൾ കൊണ്ടോ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വരുന്ന സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇത്തരം പ്രവൃത്തികൾ വളരെയേറെ അഭിനന്ദിക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നു. അതുമാത്രമല്ല, അവിടെ ആ സമ്മേളനത്തിൽ ഞാൻ പങ്കെടുത്തപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി. എന്താണ്? അദ്ദേഹം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് അദ്ദേഹം MA എടുത്ത ഒരു വ്യക്തിയാണ്. മലയാളം ഐച്ഛിക വിഷയമായി തിരഞ്ഞെടുത്ത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം നേടിയ ഒരു വിദ്യാർത്ഥിയാണ് എന്ന് മനസ്സിലായി. അത് കേട്ടപ്പോൾ കുറച്ചും കൂടി എനിക്ക് അഭിമാനം തോന്നി. ഞാൻ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. അവിടെ ഞാൻ MA ഇംഗ്ലീഷ് കോഴ്സ് പൂർത്തിയാക്കിയ ഒരു വിദ്യാർത്ഥിയാണ്. എന്നെ പഠിപ്പിച്ച, ആ കാലയളവിൽ എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകനാണ് പ്രൊഫസർ GN പണിക്കർ സാർ. അവിടെ വച്ച് അദ്ദേഹത്തോട് എനിക്ക് സംസാരിക്കണമെന്നും അദ്ദേഹത്തെ വണങ്ങണമെന്നും എനിക്കുണ്ടായിരുന്നു. എന്തോ അപ്പോഴത്തെ മാനസികാവസ്ഥ ഇതിനൊന്നും എന്നെ അനുവദിച്ചില്ല. ഞാൻ വിഷമിക്കുന്നു. അദ്ദേഹം പ്രഗത്ഭനായ, കേരളം കണ്ട വലിയ ഒരു സാംസ്കാരിക തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം വലിയ സാഹിത്യകാരനാണ്. ഞാനിപ്പോഴും ഓർക്കുന്നു, ബോസ്വെൽ എന്ന് പറയുന്ന ഒരു പുസ്തകവും അതുപോലെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ സബ്സിഡറിയായി വരുന്ന, അതിൻ്റെ താഴെ വരുന്ന ബ്രിട്ടീഷ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്, ഒരു പേപ്പറുണ്ട്. അതും കൈകാര്യം ചെയ്തത് അദ്ദേഹമാണ്. അന്നത്തെ ക്ലാസ്സുകളിൽ അങ്ങനെയാണ്, വളരെ കുറച്ച് പേർ മാത്രമേ ഇരിക്കാറുള്ളൂ. ഒരുപക്ഷെ അദ്ദേഹത്തിന് എന്നെ അറിയില്ലായിരിക്കും, എങ്കിലും അദ്ദേഹത്തെ കണ്ടു തൊഴണമെന്നുണ്ടായിരുന്നു. അദ്ദേഹവും വളരെ പ്രശംസിച്ചുകൊണ്ടാണ് ഈ പൂജാനിലയം ശശി ജ്യേഷ്ഠനെക്കുറിച്ച് വളരെ പ്രശംസിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഇത്തരം, അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇനിയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പൂജാനിലയം ശശിയുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊള്ളുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമായ സഹൃദയവേദിക്കും പത്രമായ ആർത്തേക്ക് എന്ന് പറയുന്ന പത്രത്തിനും എല്ലാം ഭാവുകങ്ങളും നേർന്നുകൊള്ളുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.